ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മെൽസായുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. മാർച്ച് 10 ഞായർ. വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന വായനകൾ. ഒന്നാമത്തെ വായന ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. കായേൻ ചെയ്യുന്ന പാപം, അതിനെ തുടർന്ന് ദൈവത്തിൻ്റെ ഇടപെടൽ, ദൈവത്തിൻ്റെ മുദ്ര, അതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. രണ്ടാം വായന 1 സാമുവേൽ 24-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ദാവീദ് സാവൂളിനോട് ക്ഷമിക്കുന്ന ഒരു രംഗമാണ് അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. സുവിശേഷ ഭാഗം, ലേഖന ഭാഗം നമ്മൾ വായിക്കുന്നത് 1 യോഹന്നാൻ 1-ാം അധ്യായം 5 മുതൽ 10 വരെ പാപമേറ്റു പറയുന്നവരോട് ഉള്ള ദൈവത്തിൻ്റെ ക്ഷമയുടെ പ്രത്യേകത പറഞ്ഞു കൊടുക്കുകയാണ്. സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 11 വരെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീക്ക് കർത്താവിൻ്റെ കരുണ അനുഭവിക്കാൻ പറ്റുന്ന ആ രംഗമാണ് അവിടെ നമ്മൾ കാണുന്നത്. നമ്മൾ ഇന്ന് വേഗം ചിന്തിച്ചു പോകാം. നമുക്ക് പെട്ടെന്നൊരു ത്രെഡ്, ഒരു ഐഡിയ, കോമൺ ഐഡിയ ആണ്. ഇന്നത്തത് മുഴുവൻ ക്ഷമിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹമാണ്. ക്ഷമിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹമാണ്. എന്തുകൊണ്ടും ഈ നോമ്പ് കാലത്ത് നമ്മൾ ഗൗരവത്തോടെ ധ്യാനിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒന്നാണ് ക്ഷമിക്കുന്ന ദൈവസ്നേഹം. പ്രത്യേകിച്ച് നമ്മൾ നോമ്പിൻ്റെ പാതി കഴിഞ്ഞിട്ട് 2-ാം പകുതി പീഠാനുഭവ വാരത്തിലേക്കൊക്കെ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലായിടത്തും കുമ്പസാരങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയത്ത് നമ്മൾ അറിഞ്ഞ് ധ്യാനിച്ച് ഗൗരവത്തോടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ഭാഗങ്ങളാണ്. ആദ്യത്തെ ഭാഗം ഉൽപ്പത്തി പുസ്തകം 1-ാം വായന 4-ാം അധ്യായത്തിൻ്റെത് 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലും, സാമുവേലിന്റെ പുസ്തകം 24-ാം അധ്യായം 1 സാമു 24-ാം അധ്യായത്തിൽ സാവൂളിനോട് ക്ഷമിക്കുന്ന ദാവീദിന്റെ രംഗത്തിലും ദൈവത്തിന്റെ ക്ഷമയുടെ 2 പ്രത്യേകതകൾ പറയുക. ഈ 2 വാക്കുകൾ ഓർത്തു വെച്ചേക്ക്. ദൈവത്തിന്റെ ക്ഷമയുടെ 2 പ്രത്യേകതകൾ. ഒന്നാമത്തത്, ദൈവത്തിന്റെ ക്ഷമയുടെ പ്രത്യേകത പാപിക്ക് പോലും അകമ്പടി പോകുന്ന കാരുണ്യമാണ്. അതായത് പാപം ചെയ്തു, ഭീകര പാപം, ഹോമിസൈഡ്, ചരിത്രത്തിലെ ആദ്യത്തെ കൊലപാതകം, ആബേലിനെ കായേൻ കൊന്നിട്ട് ആബേലിന്റെ രക്തം നിലവിളിച്ചിട്ട് ദൈവം ഇറങ്ങി വന്ന രംഗമാണത്. എങ്ങനെ പോയാലും ദൈവശിക്ഷ കായേന്റെ മേൽ പതിക്കേണ്ടതാണ്. പക്ഷേ ഒടുക്കം നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. അതായത് അനുതപിക്കുന്ന പാപിയോട് കായേന്റെ അനുതാപമായിട്ട് നമുക്ക് മനസ്സിലാകാവുന്നത് കായേൻ സങ്കടപ്പെടുന്നു എന്നാണ്. കുറച്ചുകൂടെ അനുതപിക്കുന്നു എന്നുള്ള വാക്ക് കൃത്യം നമുക്ക് അവിടെ കണ്ടെത്താൻ കഴിയില്ലെങ്കിലും കായേൻ വല്ലാണ്ട് അവൻ്റെ അവസ്ഥയോ സങ്കടപ്പെടുന്നുണ്ട്. ആ സങ്കടം കർത്താവ് അനുതാപമായി സ്വീകരിച്ചതായിരിക്കണം. 14-ാം വാക്യത്തിൽ, ശരിക്കും 11-ാം വാക്യം തൊട്ട് കർത്താവിൻ്റെ വാക്ക്, ഭീകരമായ വാക്കുകൾ കായേന്റെ മേൽ പതിക്കുകയാണ്. 11-ാം വാക്യം തൊട്ട്, നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരൻ രക്തം കുടിക്കാൻ വായ പിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരികയില്ല. നീ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവനായിരിക്കും. ദൈവകോപം, റാത്ത് ഓഫ് ഗാഡ്, ദൈവകോപം കായേന്റെ മേൽ ആഞ്ഞടിക്കുകയാണ്. അങ്ങനെ നിന്നപ്പോൾ കായേൻ വിലപിക്കാൻ തുടങ്ങി. കായേൻ പിന്നെ പറയുന്നത്, എനിക്ക് വഹിക്കാവുന്നതിലും വലുതാണ് ഈ ശിക്ഷ. ഇന്ന് അവിടുന്ന് എന്നെ ഈ സ്ഥലത്ത് നിന്ന് ആട്ടിപ്പായിച്ചിരിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ നിന്ന് ഞാൻ ഒളിച്ചു നടക്കണം. ഞാൻ ഭൂമിയിൽ ഉഴലുന്നവനായിരിക്കും. കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കും. ഇത് കായേന്റെ വിലാപമാണ്, കായേന്റെ സങ്കടമാണ്. അത്രയും കായേൻ സങ്കടപ്പെട്ടപ്പോൾ, അത്രയും ഒന്ന് സങ്കടപ്പെട്ടാൽ മതിയായിരുന്നു. കർത്താവ് കരുണയോടെ ചേർത്ത് പിടിക്കുകയാണ്. അടുത്ത വാക്യത്തിൽ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, ഒരിക്കലുമില്ല, കായേനെ കൊല്ലുന്നവന്റെ മേൽ 7 ഇരട്ടിയായി ഞാൻ പ്രതികാരം ചെയ്യും. ആരും കായേനെ കൊല്ലാതിരിക്കാൻ കർത്താവ് അവന്റെ മേൽ ഒരടയാളം പതിച്ചു. പാപം ചെയ്യുന്നവന് അകമ്പടി പോകുന്ന കർത്താവിൻ്റെ സാന്നിധ്യം, കർത്താവിൻ്റെ മുദ്ര, അവൻ്റെ അടയാളം. അതായത് ദൈവത്തിന് മുമ്പാകെ അനുതാപത്തോടെ നിന്നാൽ ചെയ്തികളെല്ലാം മറന്നിട്ട് കർത്താവ് കരുണയോടെ പൊതിയുന്ന അനുഭവം 1-ാം വായനയിൽ. 2-ാം വായനയിൽ എന്തെന്നറിയാമോ? ആ രംഗം ഈ സാവൂള് ദാവീദിനെ കൊല്ലാൻ വേണ്ടി ഇട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമുവേലിന്റെ 1-ാം പുസ്തകത്തിന്റെ 24-ാം അധ്യായം, 1-ാം പുസ്തകം 24-ാം അധ്യായം 1 മുതൽ 8 വരെ ദാവീദിനെ ഈ സാവൂൾ ഇട്ട് ഓടിക്കുകയാണ്. അപ്പൊ ആരോ പറഞ്ഞിട്ട് അറിഞ്ഞു, ഇതാ അവിടെ ഉണ്ട്, നിങ്ങൾ ബൈബിൾ വായിക്കണേ, അവിടെ ഉണ്ട്. ദാവീദ് ചെന്നു. അപ്പോൾ ഒരു ഗുഹയില് വിസർജനത്തിന് വേണ്ടിയിട്ട് ഇവൻ കയറി. സാവൂൾ രാജാവ് കയറി. അപ്പോൾ അവിടെയാണ് ദാവീദും കൂട്ടരും പാത്തിരുന്നത്. അപ്പൊ ദാവീദിന്റെ അനുചരന്മാർ പറഞ്ഞത്, കർത്താവായിട്ട് കൈക്കൊണ്ട് തന്നിരിക്കുകയാണ്, കൊന്നേക്ക്. പക്ഷേ ഈ ദാവീദ് ചെയ്തത് സാവൂളിന്റെ മേലങ്കീയുടെ അറ്റം മുറിച്ചെടുത്തുകൊണ്ട് ഇറങ്ങിപ്പോകുന്നു.
എന്താ മനസ്സിലാക്കേണ്ടത്? അതിന്റെ ശേഷം പിന്നീട് പറയുന്നുണ്ട്, ദാവീദ് സാവൂളിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ദേ യജമാനനെ, എൻ്റെ ദൈവം അങ്ങേ എൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചതാണ്, പക്ഷെ ഞാൻ അങ്ങയെ വെറുതെ വിടുന്നു, ക്ഷമിക്കുന്നു. ദൈവത്തിന്റെ ക്ഷമയുടെ പ്രത്യേകത, ശിക്ഷിക്കാൻ അധികാരമുള്ളവൻ തരുന്ന ക്ഷമയാണ് ദൈവക്ഷമ. നമ്മൾ ചിലപ്പോൾ ക്ഷമിക്കും, നമ്മളോട് ദ്രോഹം ചെയ്യും, കാരണം നമുക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ അങ്ങ് ക്ഷമിച്ചു കളയും. ഇതങ്ങനല്ല. ശിക്ഷിക്കാൻ അധികാരവും സാഹചര്യവും ഉള്ളൊരു ദൈവം. ഈ ദാവീദിന്റെ ക്ഷമ അതിൻ്റെ ഒരു മോഡലാണ്. ദാവീദ് സാവൂളിനോട് ക്ഷമിച്ചത് ശിക്ഷിക്കാൻ അവസരം കിട്ടി, അധികാരം ഉണ്ട്, പവറുണ്ട്, പക്ഷെ ആ നേരത്തും ദാവീദ് ശിക്ഷിക്കാതെ വിടുന്നു. ദൈവത്തിന്റെ ക്ഷമയുടെ ശൈലിയാണ്. അപ്പൊ 2 കാര്യങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് ദൈവത്തിന്റെ ക്ഷമയുടെ ശൈലി പഠിച്ചു. ഒന്ന്, അനുദപിക്കുന്ന പാപിക്ക് അകമ്പടി പോകുന്ന ദൈവകാരുണ്യം. 2, അധികാരമുള്ളപ്പോഴും ശിക്ഷിക്കാൻ എന്തുകൊണ്ടും ന്യായമുള്ളപ്പോഴും ദൈവം നമ്മളെ ശിക്ഷിക്കാതെ ക്ഷമിക്കുന്ന സ്നേഹമാണ് കർത്താവിൻ്റെത്. ഇനിയാണ് സുവിശേഷ ഭാഗത്ത് നമ്മൾ കാണുന്നില്ലേ, സുവിശേഷ ഭാഗത്ത് ശിക്ഷിക്കാൻ അധികാരമുള്ളവന്റെ മുമ്പിൽ പാപിനിയായ സ്ത്രീയെ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ അവളുടെ അനുതാപം കണ്ടിട്ട്, അവളുടെ മനസ്സിന്റെ വിലാപം കണ്ടിട്ട് കർത്താവ് അവളോട് പറയുന്നു, ഞാനും നിന്നെ വിധിക്കുന്നില്ല. അപ്പുറത്ത് ശിക്ഷിക്കാൻ വേണ്ടി കോപ്പുകൂട്ടി വന്നവര്, കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി വന്നവര്, പാപബോധം അവരിൽ ഉണർന്നു. ഞാൻ നമ്മുടെ ഫീഡ് മൈ ഷീപ്പില് +364 പറഞ്ഞിട്ടുണ്ട്, ആ നിലത്തെഴുത്ത് എന്താണ്? നിലത്തെഴുത്ത് അത് പാപബോധത്തിന്റെ ഇടവേളയാണ്. പാപബോധം ഉണരാൻ കർത്താവ് കൊടുക്കുന്ന ഇടവേളയാണ്. ആ ഇടവേളയിൽ പാപബോധം ഉണർന്നെങ്കിലും അവരെന്ത് ചെയ്തു? അവർ കർത്താവിൽ നിന്ന് അകന്നുപോയി. അവളാകട്ടെ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പാപമോചനം സ്വീകരിച്ചു. നമ്മുടെ മുമ്പിൽ ചോദ്യം അതാണ്, കർത്താവിന്റെ സന്നിധിയിൽ പാപബോധത്തോടെ നിന്ന് കരുണയുടെ പാത്രമാകണോ, അതോ പാപബോധത്തെ കുറ്റബോധമായി കണ്ട് കർത്താവിൽ നിന്ന് അകന്നു പോകണോ? 2 സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ വായിച്ചു, കായന്റെ രംഗത്തിൽ നമ്മൾ വായിച്ചു, കർത്താവിന്റെ മുമ്പിൽ നിന്നാൽ അവൻ കരുണയോടെ പൊതിഞ്ഞു പിടിക്കും. അതാണ് നമ്മൾ ഇനിയും ലേഖനത്തിൽ, യോഹന്നാൻ ശ്ലീഹായുടെ 1-ാം ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. ഈ പറഞ്ഞ ചിന്തകളെല്ലാം കൂടെ അവിടെ സമ്മറൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 1-2 വാക്യങ്ങൾ ഇതാണ്. പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട വാക്യം 9-ാമത്തെ വാക്യം. പ്രത്യേകിച്ച് കർത്താവിന്റെ പീഡാസഹനത്തെ, കുരിശുമരണത്തെ ധ്യാനിക്കുന്ന ഈ കാലത്ത് ചിന്തിക്കേണ്ടത്, എന്നാൽ നാം പാപം ഏറ്റുപറയുകയാണെങ്കിൽ, അതേപോലെ കായേനെ ഓർക്കണം, വിലപിക്കുക. അല്ലെങ്കിൽ പാപിനിയായ സ്ത്രീയെ ഓർക്കണം, കർത്താവിന്റെ മുമ്പിൽ അവൾ നിശബ്ദയായി നിന്നത് അവളുടെ ഉള്ളു തുടിച്ചിട്ടാണ്, അനുദപിച്ചിട്ടാണ്. എന്നാൽ നമ്മൾ പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ തിരുമുമ്പാകെ ഒന്ന് ചെന്ന് നിന്നാൽ മതി. ഒന്ന് ചെന്ന് നിന്നാൽ ആ പാപമോചനത്തെ അനുഭവിക്കാൻ നമുക്ക് പറ്റും. ദൈവ സാന്നിധ്യത്തിന്റെ ചാരത്തേക്ക് വരുമ്പോൾ നമ്മളിൽ പാപബോധം ഉണരും. അവൻ ശിക്ഷിക്കാൻ അധികാരമുള്ള ദൈവമാണ്. പക്ഷെ എപ്പോൾ നമ്മൾ വിലാപത്തോടെ, അനുതാപത്തോടെ തിരുമുമ്പാകെ നിൽക്കുന്നോ, ആ നേരത്ത് പൂർവകാലത്തെ കൊള്ളരുതായ്മകളെ അലിവോടെ മറന്നിട്ട് അവൻ കരുണയോടെ നമ്മളെ പൊതിഞ്ഞു പിടിക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ.